മുണ്ട് മുറുക്കി ഉടുക്കാതെ ഇനി രക്ഷയില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന്റെ തൽസ്ഥിതി വെളിപ്പെടുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ച ധവളപത്രം വെളിപ്പെടുത്തുന്നുണ്ട്. കടുത്ത ധനകാര്യ പരിഷ്കരണ നടപടികൾ കൊണ്ട് മാത്രമേ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാനാകൂ എന്ന് ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നു. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ കടബാധ്യത. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നത്. ബാക്കി 23% ഫണ്ട് മാത്രമേ മറ്റു ചെലവുകൾക്ക് വേണ്ടി നീക്കിയിരിപ്പുള്ളൂ. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വേണ്ടിവരും. വികസന പദ്ധതികൾക്ക് സ്വകാര്യ നിക്ഷേപകരെ ആശ്രയിക്കാതെ രക്ഷയില്ല എന്ന് പറയുന്ന റിപ്പോർട്ട് കൂടുതലും വിമർശന വിധേയമാക്കിയത് ഇടതു സർക്കാരിന്റെ സാമ്പത്തിക നട്ടലായിരുന്ന കിഫ്ബിയെ തന്നെയാണ്. ഒഴിവാക്കുമെന്ന് പറയുന്നില്ലെങ്കിലും കിഫ്ബി അടിമുടി പരിഷ്കരിക്കേണ്ടി വരുമെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണ്ടതുണ്ടെന്നും ഈ രേഖ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നതും. ധവളപത്രത്തിൽ പുറത്തു വന്നത് നയം മാറ്റം. കേരളത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പുറത്തു വന്ന 5ാമത്തെ ധവളപത്രമാണ് വി ഡി സതീശന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ മേശപ്പുറത്തു വച്ചത്. 10 വർഷത്തിനിടയിൽ 3.5 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് അധികമായി ഉണ്ടായതെന്ന് ഈ രേഖ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രതിവർഷം 35,000 കോടി രൂപയുടെ ബാധ്യത വർദ്ധിച്ചു. സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 2025 മാത്രം 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിനെയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിക്കേണ്ടി വന്നു എന്നത് ഖജനാവിന്റെ ദയനീയ അവസ്ഥ വെളിപ്പെടുത്തുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശിക ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പുതിയ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ അതിരൂക്ഷ പരാമർശങ്ങൾ ഉണ്ട്. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്വന്തമായി വായ്പാ പദ്ധതികളും പദ്ധതി നിർവഹണവും കടബാധ്യതകളും ഉള്ള ഒരു സമാന്തര സർക്കാർ സംവിധാനമായി ഇത് മാറിയിരിക്കുന്നു. എന്നാൽ ബജറ്റിലുള്ള പോലെ വരുമാന സ്രോതസ്സോ നിയമസഭയോടുള്ള ഉത്തരവാദിത്തമോ നിയമനിർമ്മാണ മേൽനോട്ടമോ ചെലവ് നിയന്ത്രണങ്ങളോ ഇതിനില്ല. ധനകാര്യ മാനേജ്മെന്റിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെട്രോളിയം സെസ്, മോട്ടോർ വാഹന നികുതി എന്നീ വരുമാന സ്രോതസ്സുകളാണ് കിഫ്ബിക്കുള്ളത്. തനത് വരുമാനത്തിലുണ്ടാകുന്ന കുറവ് കിഫ്ബിക്ക് പോകുന്നത് ട്രഷറിയെ ബാധിച്ചിട്ടുണ്ട്. കിഫ്ബി കടമെടുപ്പിനെ ഔദ്യോഗിക ബജറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ബാധ്യതകൾ സംബന്ധിച്ച് നിയമസഭയെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കും. കിഫ്ബി മസാല ബോണ്ട് ഇറക്കാൻ 11 കോടി ചെലവാക്കിയത് അമിതമാണെന്ന വിലയിരുത്തലുകളുമുണ്ട്. രേഖകൾ ഓഡിറ്റിംഗിന് നൽകിയില്ലെന്നും കൺസൾട്ടൻസി സേവനങ്ങൾക്ക് CMD വഴി വൻ തുക കൈമാറിയെന്നും ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. മസാല ബോണ്ടിലും കിഫ്ബി അക്കൗണ്ടിലും കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും കടമെടുത്ത പണം നിക്ഷേപിച്ചതിലും ഫോറൻസിക് ഓഡിറ്റ് നടത്തും. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പരിശോധന വേണമെന്നും ഈ ധവളപത്രം ആവശ്യപ്പെടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിലുള്ളത്. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കാനുള്ള നിർദ്ദേശം ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു ലയനം വഴി സപ്ലൈകോയുടെ നഷ്ടം ബിവറേജസിനെ നികത്താൻ സാധിക്കുമെന്നും ഇത് കോർപ്പറേറ്റ് നികുതി ഇനത്തിൽ ഗവൺമെന്റിന് നൽകേണ്ടി വരുന്ന വലിയൊരു തുക ലാഭിക്കാൻ സഹായകമാകുമെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ഇത്തരം സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഉപയോഗശൂന്യമായ വലിയ ഭൂമിയും മറ്റ് ആസ്തികളും വിറ്റഴിക്കുകയോ കൂടുതൽ ഉത്പാദനക്ഷമമായ മറ്റ് മേഖലകളിൽ ഉപയോഗിക്കുകയോ വേണം. തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കണമെന്നാണ് ശുപാർശ. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഊർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപവും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപവും അനുവദിക്കണം. KSEBയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ
പ്രൊഫഷണൽ നേതൃത്വത്തെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം സർക്കാരുകൾ ഇതുവരെ തുടർന്ന നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനമായി വിലയിരുത്തപ്പെടും. കേന്ദ്ര മാതൃകയിൽ 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം ശമ്പള കമ്മീഷനെ നിയമിക്കുന്ന കാര്യവും പരിഗണിക്കേണ്ടതാണ് എന്ന സുപ്രധാനമായ നിർദ്ദേശം ശ്രദ്ധേയമാണ്. ഗവൺമെന്റിന്റെ ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര ഗവൺമെന്റിന് സമാനമായി വർദ്ധിപ്പിക്കണം. വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നത് വഴി ഓരോ വർഷവും ഏകദേശം 6000 കോടി രൂപയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നത് നീട്ടിവെക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ, IT, ടൂറിസം മേഖലകളിൽ വലിയ തോതിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണം. വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് വഴി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാകും. വ്യവസായ സൗഹൃദമായ രീതിയിൽ ഭൂനിയമങ്ങളിലും തൊഴിൽ നിയമങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ഇതിൽ ശുപാർശയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ആവശ്യങ്ങൾക്കായി വായ്പയെടുക്കാൻ അനുമതി നൽകണം. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്താത്തതിനാൽ കൂടുതൽ ഫണ്ട് വികസനത്തിനായി കണ്ടെത്താൻ സാധിക്കും. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞതായും ഈ രേഖ വെളിപ്പെടുത്തുന്നു. രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലാണ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നികുതി വരുമാനത്തിലുണ്ടായ കുറവും കേന്ദ്ര സഹായം പ്രതീക്ഷിച്ച രീതിയിൽ ലഭിക്കാത്തതും സംസ്ഥാനത്തെ ആകെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വ്യവസായ വികസനം, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ മാത്രമേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ തകർച്ചയിൽ നിന്നും കരകയറാൻ സംസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ എന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. GST പിരിവ് ഊർജിതമാക്കുക, ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുക, നികുതി ചോർച്ച തടയാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നീ നിർദ്ദേശങ്ങളുമുണ്ട്. അപ്പോൾ ഏതായാലും പദ്ധതികളിലെ സ്വകാര്യ പങ്കാളിത്തം, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പരിഷ്കരണ നടപടികൾ തുടങ്ങി ധവളപത്രത്തിലെ പ്രതിസന്ധി പരിഹാര നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ കാര്യമായ ചർച്ചകൾക്കിടയാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് ഇതോടുകൂടി സമാപിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും നാളെ ഇതേ സമയം കണ്ടുമുട്ടാം. നമസ്കാരം.